വേഗത്തിൽ ഒരു വാക്യം വായിച്ച് നാം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും വേഗത്തിലെടുത്താട്ടെ, വേദപുസ്തകം തുറന്നാട്ടെ. വേദപുസ്തകം തുറന്ന് ഈ വർഷത്തിൻ്റെ ആരംഭ സന്ദേശമായി അല്പസമയം മാത്രം ശുശ്രൂഷിച്ച് നിങ്ങളെ പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് അയപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജോഷിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിച്ചു. ജോഷിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ജോഷിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയുന്നു എന്നരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. നിന്ന ഉരുട്ടിക്കളയുന്ന ഒരു വർഷമായി 2024 നാം പ്രഖ്യാപിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടെ ഞാൻ നിന്ന ഉരുട്ടിക്കളയുന്ന ഒരു വർഷമായി 2024 നാം മാറ്റുവാൻ പോകുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കളുടെ ശബ്ദമെല്ലാം ഉയരട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കളുടെ ശബ്ദമെല്ലാം ഉയരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവേ, ഇന്ന് മുതൽ ഗിൽഗാൽ എന്ന പേര് വിളിക്കും. നിന്ന ഉരുട്ടിക്കളയുക. ഗിൽഗാൽ എന്ന ആ വാക്കിന്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളയുക. നിന്ന് അനുഭവിച്ച വർഷങ്ങൾ മതി കർത്താവേ. ഈ പ്രിയ ജനം കടഭാരം കൊണ്ട് അലഞ്ഞുലഞ്ഞ ദിവസങ്ങൾ മതി. രോഗനിരാശകൾ കൊണ്ട് അലഞ്ഞ ദിവസങ്ങൾ മതി. ഇന്നു മുതൽ പുതിയ രൂപാന്തരത്തിലേക്ക് സ്വർഗം ഇവരെ കൊണ്ടുപോകുന്ന കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. സ്വർഗം സംസാരിക്കണമേ, അടിയാനല്ലപ്പാ, സ്വർഗം സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ കുറിപ്പ് വിട്ടുപോയി. അത് എന്നെക്കുറിച്ചാണ്. നേരത്തെയൊക്കെ എത്ര ദൂരം ഇങ്ങനെ ശബ്ദമുയർത്തി പാടി എത്ര ആരാധന നടത്തിയാലും ശബ്ദം അടയ്ക്കത്തില്ല. എന്നാൽ അതിലൊരു കാര്യം പറയണം, ഈ പ്രസംഗ സമയം വരുമ്പോൾ എവിടെ നിന്നറിയില്ല ശബ്ദം പുറത്തു വന്നു. ഇടയ്ക്കൊന്ന് ഡൗണായി ഇപ്പോൾ പുറത്തു വന്നു. അത് കർത്താവ് തരുന്ന കൃപയാണ്. എന്നാൽ നിങ്ങളൊന്ന് പ്രാർത്ഥനയ്ക്ക് നിങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുക. ശബ്ദം അടയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, കർത്താവ് 6 മാസത്തിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു. ഒരു 3-4 മാസം കൊണ്ടാണ് ഈ പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നത്. അല്പസമയം ശുശ്രൂഷ ശബ്ദം കംപ്ലീറ്റ് അങ്ങ് അടയും. പിന്നെ ഭയങ്കര സ്ട്രെയിൻ എടുക്കണം. ഹൃദയത്തിൻ്റെ ആഴത്ത് ഇങ്ങനെ അടിവയറിന് ഇങ്ങനെ എടുത്തിങ്ങനെ സംസാരിച്ചാലേ എൻ്റെ ശബ്ദം പുറത്തു വരുന്നുള്ളൂ. അത് പലപ്പോഴും കൺസൾട്ടേഷന് പോയി കാണിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നാലും കൃപയിൽ ഞാൻ പ്രാർത്ഥിച്ചു വരികയാണ്. ദയവായി പ്രാർത്ഥിക്കുക. കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ഓക്കെ. ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. അതാണ് ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം. നിരവധി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം മുതൽ ഒരു സീരീസ് ആയിട്ടുള്ള പ്രസംഗം ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പരിശുദ്ധാത്മ പെട്ടെന്ന് രാവിലെ മുതൽ ഇപ്രകാരം പറഞ്ഞു, സീരീസ് ആയിട്ടുള്ള പ്രസംഗം നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഇന്നും കൂടെ ആ വാഗ്ദത്ത വചനത്തിലേക്ക് ഈ സമയം ഒന്നും കൂടെ കൊണ്ടുപോയിട്ട് അടുത്ത ആഴ്ച അതിൽ വരുന്ന വ്യാഴാഴ്ച കാലം മുതൽ നമ്മളൊരു സീരീസ് ആയിട്ട് ലെറ്റ് യുവർ ക്ലോത്ത്സ് ബി വൈറ്റ്, നിങ്ങളുടെ ജീവിത വസ്ത്രം വെണ്മയായിരിക്കട്ടെ എന്നൊരു തലക്കെട്ടിൽ നിന്ന് 5 സെഷൻസ് അല്ലെങ്കിൽ 5-6 സെഷൻസ് സംസാരിക്കാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിത വസ്ത്രം വെണ്മയായിരിക്കട്ടെ എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ഞാൻ അതിനു മുൻപ് മുന്നോടിയായി കർത്താവ് പ്രേരിപ്പിച്ചത് അടിസ്ഥാനത്തിൽ ഏതൊരു ദൈവദാസനും അങ്ങനെയാണല്ലോ ഇഷ്ടം. കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണല്ലോ അതിന് ഏറ്റവും ഉചിതം. അതുകൊണ്ട് ചില കുടുംബങ്ങൾ മേൽ നിന്ന് ഉരുട്ടിക്കളയുക എന്നുള്ള പദപ്രയോഗത്തിൽ നിന്ന് ഞാൻ ആ വാക്യത്തിൽ തന്നെ തുടർന്ന് അല്പസമയം മാത്രം ശുശ്രൂഷിച്ച് വേഗത്തിൽ നിങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. കഥ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ശ്രദ്ധിക്കണമേ, ജാനുവരി എന്ന വാക്കിന് പഴയ കാലങ്ങളൊക്കെ ഇപ്രകാരം പറയാറുണ്ട്. അത് നമ്മളെ ക്രിസ്തീയ സമൂഹത്തിലല്ല, മറ്റു ജാതിക്ക് ഇപ്രകാരം പറയാറുണ്ട്. ജാനസ് എന്ന ഒരു ദേവൻ്റെ ആ വാക്കിൽ നിന്നാണ്. എൻ്റെ പിതാവ് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓർമ്മയുള്ളവരെന്ന് കരം ഉയർത്തിയാടി. എൻ്റെ പിതാവ് പലപ്പോഴും പറയാറുണ്ട് ഈ ജാനസ് എന്ന വാക്ക്. എൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജാനസ് എന്ന വാക്കിൽ നിന്നാണ് ജനുവരി എന്ന വാക്കിൽ ഉരുൾതിരിഞ്ഞു വന്നത്. അതിൻ്റെ അപ്രകാരമാണ് 2 കണ്ണ് ഉണ്ടെന്ന് പോലും, അതായത് പുറഭാഗത്ത് 2 കണ്ണ്, മുൻഭാഗത്ത് 2 കണ്ണ്. കാര്യം ഇത്രയേ ഉള്ളൂ, വന്ന ആ പ്രതിസന്ധിയെ ഓർത്തെടുക്കാതെ മുൻപിലുള്ള പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകണം, നാം എടുക്കണം. എന്നാൽ ജാനസ് പറയുന്നത് അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ജനുവരി എന്ന് വാക്കുന്നതിൽ ലോകപ്രകാരമായി അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ കാലം എടുക്കണ്ട. എന്നാൽ ഒരു കാര്യം അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. വന്ന വഴികളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. വന്ന തോൽവികളെ മറന്നിട്ട് 2023 പരാജയങ്ങളെ ഓർക്കാതെ 2024 ജയത്തെ മാത്രം മുന്നെടുത്ത് പോകുക എന്നുള്ളതാണ്. കരങ്ങൾ ഉയർത്തി ആമേൻ പറയുക. ഹല്ലേലൂയ. അത് മാത്രം തൊട്ട് ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വരാം. ജോഷുവെ കൊണ്ടുവന്ന് നിർത്തി വായിച്ച ഭാഗം
ഇപ്രകാരമാണ്: ജോഷുവയെ കർത്താവ് യേശു ക്രിസ്തു കൊണ്ടുവന്ന് നിർത്തി അവിടെ നിർത്തിയിട്ട് നിന്ന ഉരുട്ടിക്കളഞ്ഞു എന്ന പദപ്രയോഗം സ്റ്റേറ്റ്മെൻ്റായിട്ട് നൽകുന്നതാണ് ഞാൻ വായിച്ച വാക്യത്തിൻ്റെ ഒരു കൊച്ചു സന്ദേശം. നാം ഇപ്പോൾ തുടങ്ങുവാൻ പോകുന്നത് അബ്രഹാം മുതൽ തുടങ്ങി ഈ ജോഷുവയുടെ ഭാഗത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിന്ന ഉരുട്ടിക്കളഞ്ഞ ചില പദപ്രയോഗം നിങ്ങൾ ജീവിതത്തിൽ സ്ഥാപിതമാകുമെന്ന് ഞാൻ ഉറപ്പാക്കി തരുന്നു. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഡയറക്റ്റായിട്ട് ജോഷുവയ്ക്ക് നേരെ വരാൻ കഴിയത്തില്ല. അബ്രഹാമിൽ നിന്ന് തുടങ്ങി ഒറ്റ വാക്കിൽ പറഞ്ഞ് അബ്രഹാമിൽ നിന്ന് തുടങ്ങി നമ്മൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ചില ദൂതുകൾ നിങ്ങളുടെ കുടുംബത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണമേ, ആദ്യം കർത്താവ് ആദാം ഹവ്വയും സൃഷ്ടിച്ചു. കർത്താവിൻ്റെ ഒന്നാമത്തെ തുടക്കം, ഇന്നൊരു തുടക്കമാണല്ലോ, ജനുവരി മാസം ഒന്നാമത്തെ തുടക്കമാണല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കർത്താവിൻ്റെ തുടക്കം ആദം ഹവ്വയുമായിരുന്നു. അത് പരാജയപ്പെട്ടു കർത്താവ് നോഹയെ വിളിച്ചു, നോഹയെ തിരഞ്ഞെടുത്തു, നോഹയ്ക്ക് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ തുടക്കമായിരുന്നു അബ്രഹാമിൻ്റെ വിളിച്ച് വേർതിരിച്ച് ഇതാ കർത്താവ് ബലപ്പെടുത്തി ഇതാ വിശ്വാസിയുടെ വീരന്മാരുടെ പട്ടികയിൽ കയറ്റുക മാത്രമല്ല, നമ്മുടെ പിതാവിന് വിശ്വാസ വീരന്മാരുടെ പിതാവ് എന്ന രീതിയിൽ ഇതാ കർത്താവ് മാനിക്കുന്ന ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമോ. ഇത് അബ്രഹാമിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ ഒരു കാര്യം വ്യക്തമാണ്: വാഗ്ദത്തങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കർത്താവ് അതുപോലെ അതാത് സമയങ്ങളിൽ കർത്താവ് രേഖപ്പെടുത്തി കൊടുത്തു എന്നുള്ളതിന് ഇപ്രകാരം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യത്തെ 10 വർഷം 20 വർഷം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചതിന് ശേഷം, ശ്രദ്ധിച്ച് കേൾക്കണമേ, അബ്രഹാമിനെ 10 വർഷം 20 വർഷം വിളിച്ചു വേർതിരിച്ചതിന് ശേഷമുള്ള 10 വർഷം 20 വർഷം അബ്രഹാമിൻ്റെ ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ എന്ത് കിട്ടി എന്ന് പരിശോധിച്ചാൽ ഒന്നും കിട്ടിയില്ല. പിതൃഭരണം, ചാർച്ചക്കാർ, മച്ചിയായ ഭാര്യ, ഒന്നും കിട്ടിയില്ല. എന്നാൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചോ, അബ്രഹാമിനോട് ചോദിച്ചോ എന്ത് കിട്ടിയെന്ന് ചോദ്യം അബ്രഹാം പറയും, ഇവിടെ വരെ കൊണ്ടുവന്ന് നടത്തിയ ദൈവത്തിന് സ്തോത്രമെന്നേ അബ്രഹാം പറയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാമിന് വ്യക്തമായിരുന്നു, തേജോരൂപനായി കണ്ടുകൊണ്ടിറങ്ങിയ ഞാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതുപോലെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുമെന്നറിയാം. അബ്രഹാമിനോട് ചോദിക്കും, എത്ര പേരുമായി ഇറങ്ങിയത് അബ്രഹാമേ? 72 പേരുമായി ഇറങ്ങിയത്. അങ്ങനെ 72 പേരുമായി ഇറങ്ങിയ ചരിത്രഭാഗം നിങ്ങൾക്കറിയാം. ഇങ്ങനെ വന്ന് സന്തതി, അടുത്ത സന്തതിയിലേക്ക് നിങ്ങൾക്ക് വന്നേ. ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിലോട്ട് വന്നേ. യാക്കോബിനോട്ട് ചോദിച്ച് ഒരു കാര്യം യാക്കോബിനോട് ചോദിച്ച്, യാക്കോബ് നിന്റെ ജീവിതത്തിൽ എന്ത് കിട്ടി? ആ യാക്കോബ് ഇപ്രകാരം പറയും, എൻ്റെ ആരംഭം കുറിച്ചത് എവിടെ നിന്നറിയാമോ? പുത്തൻ പ്രതീക്ഷകളില്ലാതെ എല്ലാം മരിച്ചുപോയ അസ്തമിച്ചു പോയ സ്ഥാനത്തിൽ പുത്തൻ പുതിയ ചിറക് മുളപ്പിക്കുന്നതായിരുന്നു എൻ്റെ ജീവിതമെന്ന് യാക്കോബ് പറയും. എങ്ങനെ? ശ്രദ്ധിച്ചു കേട്ടെ, എങ്ങനെയെന്നറിയാമോ? ഇതാ അന്ധമായി വിശ്വസിച്ച ഒരു രംഗമുണ്ടായിരുന്നു. ഇന്ന് 2020 നീ അന്ധമായി വിശ്വസിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ആ അനുഗ്രഹം കൈക്ക് കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ 2024 നീ അന്ധമായി വിശ്വസിക്കുന്ന ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. യാക്കോബ് ഒരിക്കൽ ചിന്തിച്ചു, ഇതാ തൻ്റെ ഇളയമകൻ ബെന്യാമിൻ വന്ന് പറഞ്ഞു, നോക്ക് ജോസഫ് ഇളയമകൻ തൻ്റെ വസ്ത്രം കണ്ടിട്ട് യാക്കോബ് ഇപ്രകാരം ചിന്തിച്ചു, തന്നെ സ്നേഹിച്ച തൻ്റെ സമ്പത്തിന് അനന്തരാവകാശിയായ ജോസഫ് മരിച്ചുപോയെന്ന് യാക്കോബ് അന്ധമായി വിശ്വസിച്ചു. മൃഗജാലന പക്ഷികളെ കൊണ്ട് തിന്ന് തീർക്കപ്പെട്ടു എന്ന് ആ യാക്കോബ് അന്ധമായി വിശ്വസിച്ചു, അലറിക്കരയുവാനിടയായി. എന്നാൽ അതിൽ ഇളയ മകൻ ബെന്യാമിൻ വന്ന് പറഞ്ഞു, വന്നു നോക്ക് ആളില്ലാത്ത റോഡിലെ ഓണം കേറാ മൂലയിലെ ഇതാ കൊച്ചു കുടിലിന് മുൻപിൽ ഫറോ രാജാക്കൻ ഉപയോഗിക്കുന്ന രഥം വന്ന് നിൽക്കുന്നു. ജോസഫ് ജീവനോടിരിക്കുന്നു. കരമുയർത്തി പറ, പഴയ പ്രതീക്ഷകളല്ല, പുത്തൻ പ്രതീക്ഷകൾക്ക് 2024 വഴിയൊരുക്കുന്ന ദിനങ്ങളാകട്ടെ. കരമടിച്ചോട് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. പുത്തൻ പ്രതീക്ഷകൾ ചിറക് മുളപ്പിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. ജനുവരി മാസത്തിന്റെ ഭൂരിപക്ഷം ദിവസങ്ങളും ഞാൻ സഭയ്ക്ക് ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. തമ്പുരാൻ ഒരു മോശയെ വിളിച്ചു. അപ്പോൾ യാക്കോബിന് അതൊരു പുതിയ ആരംഭമായിരുന്നു. സത്യം പറഞ്ഞാൽ ബഥേലിൽ ചെന്ന് ദൂത് ചോദിച്ച് പോകണേ വേങ്ങണ്ടേ എന്ന് ദൂത് ചോദിച്ച് പോകണത് യാക്കോബിന് ഒരു പുതിയ ആരംഭമായിരുന്നു. ഓരോ ദൈവഭക്തന്മാരുടെ ജീവിതത്തിലും പ്രതീക്ഷയില്ലാത്ത സിറ്റുവേഷനിലായിരുന്നപ്പോൾ പുത്തൻ പ്രതീക്ഷകൾക്ക് ജീവൻ പകർന്ന ഒരു ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രാരംഭമായി ഒന്നാമത്തെ സന്ദേശം പറഞ്ഞ് താഴോട്ട് വരാം. ഏതെങ്കിലും മരിച്ച അവസ്ഥയിലായിരിക്കുന്ന, പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വീട്ടിൽ പോയി നന്നായി ഇരുത്തി വായിച്ചോ. സിസ്റ്റർ വായിക്കാമെങ്കിൽ വായിച്ചോ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, മരിച്ച അവസ്ഥയിലായി നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അവസ്ഥയിൽ കൊണ്ടുവരുവാൻ അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. വായിച്ചോ സിസ്റ്റർ.
മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും. അതിന് കരമുയർത്തി ആമേൻ പറ. വായിച്ചോ സിസ്റ്റർ, കരമുയർത്തി ആമേൻ പറ, വരമുയർത്തി ആമേൻ പറ. ആമേൻ, ഹല്ലേലൂയ. വായിച്ചോ സിസ്റ്റർ അടുത്ത ഭാഗം. യെസ്, ഞാൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യെസ് അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. കാരണം എന്നറിയാമോ, ജോസഫിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ജോസഫേ, യാക്കോബേ, അതിനു മുൻപുള്ള ഇസഹാക്ക് മുൻപുള്ള എല്ലാവരെയും അബ്രഹാമെ നീ ഓർത്തോ, ദൈവം നിനക്ക് വേണ്ടി തന്നത് ബഹുജാതികൾക്ക് പിതാവാക്കി നിന്നെ വെച്ചത് സാധാരണമായിട്ടല്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒന്നും ഇല്ലാത്തവ ഇരിക്കുന്നത് പോലൊരു അവസ്ഥയിൽ നിങ്ങൾ ഈ 2020 കാണാൻ പഠിക്കണം. എങ്ങനെയെന്നറിയാമോ, ഞാൻ നല്ല ശമ്പളം വാങ്ങും, ഞാൻ നല്ല ആരോഗ്യവനായിരിക്കും, ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. മനസ്സിലായോ? ശ്രദ്ധിക്കണമേ, ഞാൻ ഒരിക്കലും തളർന്നു പോകത്തില്ല, ഞങ്ങളുടെ കുടുംബം നന്നായി പാർക്കും, ഞാൻ ദേശത്തിൽ മാനിക്കപ്പെടുമെന്ന് ചുമ്മാതെങ്കിലും പറ സിസ്റ്ററെ, ചുമ്മാതെങ്കിലും പറ. സീരിയസ് ആയിട്ട് ഞാൻ പറയും, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായി അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു സീക്രട്ടാണ്. ചുമ്മാതെങ്കിലും 10 പ്രാവശ്യം പകൽ സമയം ഇരുന്ന് പറ, കർത്താവ് കൈവിടത്തില്ലെന്നേ, കർത്താവ് മാനിക്കുമെന്നേ. നിരാശ വാക്കുകൾ ഒന്നുപോലും 2024 നിങ്ങൾ പറയരുതെന്ന് ഞാൻ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാരംഭമായിട്ട്. എത്ര പേർക്ക് അതിൻ്റെ അടുത്ത വാക്യം പ്രകാരമാണ് സിസ്റ്റർ? അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമോ? അടുത്ത വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതൊന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതിനെ ഭയങ്കരമായിട്ട് കോരിത്തരിപ്പിച്ച വാക്യമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:28 പൗലോസ് പറഞ്ഞു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ഇതാ കുലഹീനനെയും നിഷ്കമോ. അത് വായിക്കുമോ? 1 കൊരിന്ത്യർ 1:28 വാക്യം. 1 കൊരിന്ത്യർ 1:28. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതുമായി തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണമേ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഹീനപാത്രത്തിലെ അവൻ മാനപാത്രമായി തിരഞ്ഞെടുപ്പാൻ അവൻ എന്നും ജീവിക്കുന്ന ദൈവമാണ്. സമ്പത്തിന് ഞാൻ വേഷക്കാലം ഇപ്രകാരമാണ് ഞാൻ കേട്ടത്, എളിയവർക്ക് വേണ്ടി അവനൊരു വീട് പണിയും, വീട് ഒരുക്കും. ആമേൻ. എളിയവർക്ക് വേണ്ടി അവന് വീടൊരുക്കും, സമ്പന്നന് വേണ്ടിയിട്ടല്ല, എളിയവർക്ക് വേണ്ടി അവർ വീടൊടുക്കും. അതുപോലെ ഈ നാളുകൾ ശ്രദ്ധിച്ചു, ഒന്നാമത്തെ ദൂത് ശ്രദ്ധിച്ച് കേട്ടോ, നിരാശയുടെ വാക്കുകൾ ഒരിക്കലും കാരോട് കൃപാസന സഭ പറയരുത്. ഒരു കാര്യം ഞാൻ അത് സ്റ്റേറ്റ്മെന്റ് ഉറപ്പിച്ച് മുൻപോട്ട് പോകാം. അർത്ഥം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിരാശ വാക്കുകൾ എങ്ങനെ? ഇതാ യാക്കോബിന്റെ ജീവിതത്തിൽ അന്ന് മുതൽ യാക്കോബ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. എങ്ങനെയെന്നറിയാമോ? പിന്നെ ഒരു അവസരത്തിൽ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത് പോലെ, യോസഫ് തന്നെ കാണുവാൻ വരുന്നു എന്നറിഞ്ഞ യാക്കോബ് തന്നെ താൻ ബലപ്പെടുത്തി ഇസ്രായേൽ കട്ടിലിന് മേൽ കയറിയിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ജോസഫിന് തന്നെ 2 കൊച്ചുമക്കളും വരുന്നെന്നറിഞ്ഞപ്പോൾ യാക്കോബ് തന്നെ താൻ കട്ടിൽ കിടരോഗിയായി, എത്രയോ വർഷങ്ങളോളം കിടരോഗിയായി ഇരുന്ന യാക്കോബിനെ കാണാൻ ജോസഫ് വന്നപ്പോൾ യാക്കോബ് ഇസ്രായേൽ തന്നെ താൻ ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തന്നെ താൻ ബലപ്പെടുത്ത ഒരു ക്രിസ്തുവിനെ നിന്റെ ഉള്ളറകൾ, ലിവിംഗ് റൂമിൻ്റെ അകത്ത് നീ ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാർപ്പൻ്ററിൻ്റെ അകത്ത് നീ തന്നെ പ്രത്യാശ വാക്കുകൾ പറയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു 2020 അനുഗ്രഹിക്കപ്പെട്ട വർഷമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 5:21 ഇപ്രകാരം പറയുന്നു, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്നത് പോലെ പുത്രനും താൻ ഉജ്ജിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പുത്രന് ഒരുത്തിന് മേൽ ദയ തോന്നണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ, ഒരുത്തിനെ വിടുവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചാൽ, ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പിന്നെ അവൻ്റെ കണ്ണ് അവൻ എടുക്കത്തില്ല. അതിന് ആധാരമായി ഞാൻ എടുക്കുന്നത് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളാണ്. എസ്തേറിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നിങ്ങൾ എടുത്താൽ ഒരു കാര്യം മനസ്സിലാകും. വായിക്കുമോ സിസ്റ്റർ? എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 15, 16, 17 വാക്യങ്ങൾ. എന്നാൽ മൊർദെഖായി തന്റെ മകളായിട്ടിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹൈലിന്റെ മകളായ എസ്തേറിനെ രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുര പാലകനുമായ ഗേഹായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. മതി ശ്രദ്ധിച്ചോ. ഇത് ഷോർട്ടായിട്ട് ഞാൻ പറയാം, അധികം മുഴുവൻ വായിക്കാൻ സമയമില്ല. എല്ലാം ശ്രദ്ധിച്ചു പറയണമേ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ ഈ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇതിലോട്ട് കയറിയത്, എസ്തറിന്റെ ചരിത്രത്തിലോട്ട് കയറിയത് ഒറ്റ
ഒരൊറ്റ വാക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതിലോട്ട് വരും. എൻ്റെ അബ്രഹാം മുതൽ ജോഷുവയുടെ വരണം, അതാണ് എൻ്റെ മെസ്സേജിൻ്റെ ശൈലി. അപ്പോൾ അതിൽ നിന്ന് അബ്രഹാമിൽ നിന്ന് യാക്കോബിൽ ഞാൻ തിരിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പാർട്ട് വിടരുത്, ശ്രദ്ധിക്കണമേ. ഞാൻ ഇത് എടുത്തത് എസ്തേറിൻ്റെ ചരിത്രം എന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നത് ആരും അറിയാത്ത, അമ്മയില്ലാത്ത, അപ്പനില്ലാത്ത ഒരു പരമ ഏടയായ പെൺകുട്ടി എല്ലാവരുടെ മുൻപിൽ ദയ തോന്നൊക്കെ വേണം കർത്താവ് ഉയർത്തി. ആരും അറിയാത്ത, അതല്ലേ വായിച്ചത്, നിങ്ങൾ വീട്ടിൽ വായിക്കാം. ആരും അറിയാത്ത, അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, ആരും അറിയാത്ത ഒരു പെൺകുട്ടിയെ സകല സ്ത്രീയേക്കാളും അധികം സ്നേഹിച്ചു എന്ന് 17-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ, സിസ്റ്റർ വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യം വായിച്ചാൽ കോരിത്തരിപ്പിക്കുന്ന ഒരു വാക്യമാണ്. വായിച്ചോ. രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. എന്റെ ചോദ്യം, എസ്തറെ, നീ പാവമാണെന്നും അമ്മയില്ലെന്നും അപ്പനില്ലെന്നും സഹോദരങ്ങളെന്നും എസ്തറെ നീ അവരോട് പറഞ്ഞോ? ഒരിക്കലുമില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും എസ്തർ അവിടെ രാജസന്നിധി നിന്നുകൊണ്ട് എനിക്ക് അപ്പനില്ല, അമ്മയില്ല, അല്ലെങ്കിൽ മക്കളില്ല, എനിക്ക് രോഗമാണ്, കടഭാരമാണ്, ഒരിക്കൽ പോലും പറഞ്ഞില്ല. അർത്ഥം ഇത്രയുള്ളൂ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോ. 2024 നിന്റെ അവസ്ഥയെ നന്നായി അറിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇൻ ഫേവർ ഓഫ്, അത് പലരെ മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം. നിങ്ങൾക്കറിയാമോ, ഞാനൊരു സത്യം പറയാം, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്ന് വീണാൽ 2024 അധികാരത്തിന്റെ സപ്പോർട്ട് നിനക്ക് ലഭിക്കും. എത്ര പേര് കരമുയർത്തി എന്ന് പറയാൻ കഴിയും? കർത്താവേ നന്ദി എന്ന് പറയുമോ? ശബ്ദമുയർത്തി നന്ദി. അപ്പോൾ പലരെയും മറികടന്നു വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ആർക്ക് കിട്ടിയത്? എസ്തേറിന് കിട്ടിയത്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതാണ് സഹായികയുടെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ എല്ലാം നിങ്ങൾ കാണുവാൻ കഴിയും. പലരെയും മറികടന്ന് ജോസഫിന് മാത്രമല്ല കർത്താവ് അനുഗ്രഹം കൊടുത്തത്, ഈ വരുമ്പോൾ സഹായിക്കും ഒരു അനുഗ്രഹം കൊടുത്തു. എല്ലാവരുടെ കണ്ണുകൾ യേശുവിലേക്ക് പോയപ്പോൾ യേശുവിൻ്റെ ഒരു കണ്ണ് മാത്രം സഹായിയിലേക്ക് പോയി. അത് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ആലയത്തിൻ്റെ അകത്ത് എത്ര പേര് ഇരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല സിസ്റ്റർ. നീ എവിടെ വേണമെങ്കിൽ ഇരുന്നോ, എനിക്ക് പ്രശ്നമില്ല. അവസാനമായിരിക്കാം, മുൻഭാഗത്തായിരിക്കാം. എല്ലാവരുടെ കണ്ണും ദൈവത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് ഒരു പാവപ്പെട്ട കുള്ളനായ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനിലേക്ക് പോയി. ഇതാണ് ദൈവ സാന്നിധ്യം. അവൻ അറിയുന്നത് അകം കാണുന്ന മനുഷ്യന് അവൻ കാണുന്ന ദൈവമാണ്. അവൻ പുറമേ, മനുഷ്യൻ പുറമേ കാണുമ്പോൾ എൻ്റെ ദൈവം അകം കാണുന്നതാണ്. ഞാൻ വേഗത്തിൽ എൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണമേ. അങ്ങനെ ഒന്നാമത്തെ എൻ്റെ ഭാഗം ഇപ്രകാരമാണ്: നീ പ്രതീക്ഷിക്കാത്ത അസ്തമിച്ചു പോയ വഴികളിലൂടെ കർത്താവിൻ്റെ നോട്ടം നിന്റെ മേൽ വീണാം, നിന്റെ ജീവിതം ചരിത്രമായി മാറുമെന്ന് ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, മുൻപോട്ട് വരാം. അത് അടുത്തതോട്ട് അങ്ങനെ വരുമ്പോൾ യാക്കോബ് കഴിഞ്ഞു, ഇസഹാക്ക്, യാക്കോബ് കഴിഞ്ഞതിന് ശേഷം കർത്താവ് തമ്പുരാൻ ഒരു മോശയെ വിളിക്കുന്ന ഒരു ചരിത്ര ഭാഗം. അടുത്തത് മോശയെ വിളിക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമേ എനിക്ക് ജോഷിയുടെ ഈ കാര്യത്തിലേക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. മോശയെ വിളിക്കുന്നു. മോശയോട് ചോദിച്ചു, എന്താണ് മോശെ? വിക്കനായ മോശയെ തിരഞ്ഞെടുത്ത് എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടേക്ക എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ അടിമത്വത്തിൽ ഇരുന്നപ്പോൾ 2 തലമുറകൾ അടിമത്വത്തെ കണ്ടതാ മോശ. ഒന്നാമത്തെ തലമുറ ഒരിക്കലും അതിൽ നിന്നും വെടിവെക്കാൻ കഴിഞ്ഞില്ല. 2ാമത്തെ തലമുറ അങ്ങനെ, 3ാമത്തെ തലമുറ കഴിഞ്ഞപ്പോൾ മോശ വന്ന് ഇപ്രകാരം പറയുന്ന ഒരു ഭാഗമുണ്ട്: എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടേക്ക എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഇഷ്ടികയുടെ എണ്ണം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അപ്പോൾ മോശയോടൊരു കാര്യം ഇപ്പോൾ ചോദിക്കേ, അതേ മോശ വന്നപ്പോൾ 72 പേരുമായിട്ടല്ലേ നീ വന്നത്? ഇപ്പോൾ എത്രമുണ്ട്? 60 ലക്ഷം നടത്തിയതല്ലേ കൃപാസന സഭയ്ക്ക് കാണാനുള്ളൂ? ഒന്നുമില്ല. കടഭാരമാണോ സിസ്റ്റർ? 2023 മൊത്തം കടഭാരമല്ലേ? നിങ്ങൾ പറ പ്ലീസ്. നിങ്ങൾ എന്നോട് പ്രതികരിക്കണം. ഇന്ന് മൗനമായിരിക്കരുത്. 2023 കടഭാരം കൂടി. ഓക്കെ, ഭാരങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ നടത്തിയ ഒരു ദൈവമില്ലേ? ഇതിനെ നടത്തിയ ദൈവമില്ലേ? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട്? ഒന്നുമില്ല. എടുത്തു പറയാൻ എന്തുകൊണ്ട് സിസ്റ്റർ ജീവിതത്തിൽ? 2020 എടുത്തു പറയാനുള്ള സാക്ഷി നിങ്ങൾ പലതും പറഞ്ഞു. എന്നാൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒന്നുമില്ല. എന്നാൽ ഒരു സാക്ഷ്യം അതിനിടയ്ക്ക് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാറ്റിനും നടത്തിയ ഒരു ദൈവത്തെ നമാനിക്കണം. മോശ പറഞ്ഞു, മനുഷ്യ പറവോനോട് പറഞ്ഞു കാണും, പുതിയ ആരംഭമാണത്, പുതിയ ആരംഭം. എങ്ങനെ? ഇഷ്ടികയുടെ എണ്ണം കൂടുമ്പോൾ വർദ്ധനവ് കൂടിയില്ലെങ്കിലും പെസഹ ആചരിച്ച് മുൻപോട്ട് ജനം ചോരത്തളികമാര് ജനുവരി മാസം 15-ാം തീയതി എന്ന് നാം ചുമ്മാ കൽപ്പിക്കുന്നത് പോലെ വേദപുസ്തകം പ്രമാണം അനുസരിച്ച് ആ ആണ്ടിന്റെ തുവക്കത്തിൽ പെസഹ ആചരിച്ച് വന്ന ഒരു ജനത്തെ നിങ്ങൾ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചേ, എന്ത് കണ്ടിട്ട ഈ ജനം? ആ വലിയൊരു സന്തോഷം, വലിയൊരു ആർപ്പിടൽ, വലിയൊരു സന്തോഷത്തിന് തികവിടെ ജനം ആർപ്പിട്ട് മുൻപോട്ട് വരുന്നു. എന്നാൽ എന്നെ വളരെ ചിന്തിച്ച ഒരു ദിനം, നിന്നിച്ചാദരിച്ച ദിനം, നിന്നിച്ച് ആദരിക്കുവാൻ പോകുന്നു. എങ്ങനെ നോക്കണമേ? അതുവരെ 3 തലമുറയോ
തലമുറകളോളം നിന്ദിച്ച ജനം, ഇതാ 3-4 തലമുറകൾ നിന്ദിച്ച ജനം, ഇതാ ഒരു പെസഹ ആചരിച്ച് സന്തോഷത്തോടെ ജനം പുറത്തു വരുമ്പോൾ ഒരു കാര്യം ചോദിക്കണമേ, നിന്ദിച്ച ജനം തന്നെ ആദരിച്ചയക്കുന്ന ഒരു സ്ഥാനിത്യമല്ല അയക്കുന്നത്. ഏത് ജനം നിന്ദിച്ചോ ആദരിച്ചയക്കുന്ന ഒരു ജനത്തെ അത്രേ കാണുന്നത്. അപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളത്, മോശെ ദൈവ സാന്നിധ്യം ചുമന്ന ഒരു ദൈവ പൈതൽ നടന്നാൽ അവനെ നിന്ദിച്ച സ്ഥാനത്ത് തന്നെ അവൻ തിരിച്ചെല്ലാത്തെയും പിടിക്കുവാൻ കഴിയും, തിരിച്ചു പിടിക്കുവാൻ കഴിയും. കാരോട് കൃപാസനം സഭ ചോദിക്കെ, കർത്താവ് ഇതുവരെ നേടിയെന്ന് പറയുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, അല്പം വിശ്വാസികളെ നേടി, എന്നാൽ എനിക്കൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് 2024 തരുവാൻ കഴിയും. കർത്താവ് ചിലതൊക്കെയും വരുന്ന നാളുകൾ ചെയ്യുവാൻ പോകുന്നു. ഇത് 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 ഞാൻ പറയട്ടെ, ഇത് മോശയോട് തന്നെ നിങ്ങൾ ചോദിക്കേ, അല്ലെങ്കിൽ അടുത്ത സന്തതിയോട് തന്നെ ചോദിക്കേ, എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറയും, ഇതുവരെ നടത്തിയ മലീവനാണെങ്കിൽ ഇനി അടുത്ത് മുൻപോട്ട് പോകേണ്ട വഴികളെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. മോശയുടെ ഭർത്താവ് പറഞ്ഞു, മോശേ ഞാൻ കൂടെ ഉണ്ട് മോശെ, നീ പേടിക്കാതെ മുൻപോട്ട് പോ. മിസ്രൈമിന്റെ സൈന്യമാണോ, ചെങ്കടലാനോ, ഫറവോന്റെ സൈന്യമാണോ, പേടിക്കാതെ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞു. മോശയുടെ കർത്താവ് പറഞ്ഞു, മോശെ ആ ചെങ്കടലിലേക്ക് ഇതാ വടിയെടുത്ത് നീട്ടുക, ആ ജനത്തിലേക്ക് നീ നീട്ടരുത്, കാരണം അവരെ വെച്ചിട്ട് എനിക്ക് വലിയൊരു കാര്യം ചെയ്യുവാനുണ്ട്. നീ അവരിലേക്ക് വടിയെ നീട്ടരുത്, നീ ചെങ്കടലിലേക്ക് വടിയെ നീട്ട്. ഇതാ നോക്കണമേ, ഇതാ ചെങ്കടലിലേക്ക് വഴിയെ നീട്ടിയ ചരിത്രം നിങ്ങൾക്കറിയാം. പുറകെ വരുന്ന ജനം 2023 ചിലതൊക്കെയും പുറകെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അതിനെ തടയാനുള്ള കൃപ നിനക്ക് വേണം. ശ്രദ്ധിക്കണമേ, വചനത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മോശെ ചെങ്കടലിലേക്ക് നിന്റെ വടിയെ നീട്ടുക എന്ന് പറഞ്ഞു. ചെങ്കടൽ വഴി തുറക്കപ്പെട്ടു. എന്നാൽ പുറകെ വരുന്ന ഒരു ജനമുണ്ട്. ഇന്ന് പകൽക്കാലം ഇതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത്. സിസ്റ്റർ, 2023 നീ പഴിഞ്ഞിട്ടത്, വേണ്ടെന്ന് പറഞ്ഞത്, നിസ്സഹായം നീ തള്ളിക്കളഞ്ഞത്, സാക്ഷി പറയുമ്പോൾ പിന്നെ ഇട്ടത്, വീണ്ടും ജനുവരി മാസം 3-4 ആയപ്പോൾ നീ ഓർത്തെടുത്തെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ പരാജയത്തെ കൊണ്ടുവരും. ഒരിക്കൽ കൂടെ പറയുന്നു, ആവേശത്തിൽ, ആരാധനയുടെ ആവേശത്തിൽ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നാൽ ഞാനിത് ചെയ്യുമെന്ന് തീരുമാനമെടുക്കും. കർത്താവ് നിന്റെ പേരുണ്ട്, വീണ്ടും നീ അത് എടുക്കരുത്. അതുകൊണ്ടാണ് മുള്ളുകളുടെ ചരിത്രം ഞാൻ പറഞ്ഞത്. ഒലിവിനോട് ചോദിച്ച് എന്നോട് വന്ന് പാർക്കാമോ, നോ എന്ന് പറഞ്ഞു. ഇതാ മുന്തിരിയോട് ചോദിച്ചു, നോ എന്ന് പറഞ്ഞു. ഇതാ അത്തിയോട് ചോദിച്ചു, നോ എന്ന് പറഞ്ഞു. മുള്ളുകളോട് ചോദിച്ചു, വന്ന് പാർക്ക എന്റെ നിഴലിൻ കീഴെന്ന് പറഞ്ഞു. ഇതാണ് ലോകമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയെന്നറിയാമോ, ചിലതൊക്കെയും എളുപ്പമായി തോന്നുന്നതൊക്കെയും ശാപങ്ങളാണ്, പാടുള്ളതെന്ന് തോന്നുന്നതൊക്കെയും അനുഗ്രഹമാണ്. നിങ്ങൾ എളുപ്പമെന്ന് തോന്നുന്നത് ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നന്നായി തോന്നുന്നതൊക്കെയും നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്ത് നിങ്ങളെ കൈക്കീഴിൽ കൊണ്ടുവരുവാൻ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പരാജയപ്പെട്ടു പോകും. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് കയറി പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുറകെ വരുന്ന ഒന്നിനെ ഇന്ന് നിഷ്പ്രയാസം തടയാൻ സഭ ആഹ്വാനം ഞാൻ തരുന്നു. കരമുയർത്തി നാമേൻ പറഞ്ഞോ, കരമുയർത്തി. ഇന്ന് തിരിച്ചതൊക്കെയും ചിലതൊക്കെയും തിരിഞ്ഞു നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. ചിലതിനെതിരെ തിരിഞ്ഞു നിൽക്കാൻ തയ്യാറാകണം. ഇതാ മോശ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവ് എന്തായത്? മോശയ്ക്ക് കർത്താവ് പറഞ്ഞു, തിരിഞ്ഞു നിൽക്കും മോശേ, നീ ഞാൻ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട മോശേ, ഞാൻ കൂടെയുണ്ട്. 2024 കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, തിരിഞ്ഞു നിൽക്കാൻ നിങ്ങൾ തയ്യാറാകാൻ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് 2023 അവസാന നിമിഷങ്ങൾ ഞാനൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ അന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പോയി. അതിലൊരു കാര്യം എന്നെ വ്യക്തമായി വെളിപ്പെട്ടു. ചിലത് ന്യായവിധികൾ ന്യായത്തിലേക്ക് തിരിയുന്നു. എത്ര പേർ ഓർക്കുന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞത്. ചില ന്യായവിധികൾ 2024 ന്യായത്തിലേക്ക് തിരിയുവാൻ പോകുന്നു. കാര്യം എന്നറിയാമോ, ഈ ലോകം ന്യായവിധിയിലേക്ക് നിന്നെ തള്ളുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ന്യായത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. ന്യായവിധികൾ ന്യായത്തിലേക്ക് തിരിയുന്ന ഒരു മനോഹരമായ ഭാഗം പുതിയ നിയമം അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അധാർമികത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാക്യം പറഞ്ഞു. അവൾ പുരോഹിതന്റെ വീട്ടിലേക്ക് കാതസ്പർശനങ്ങൾ പോയപ്പോൾ ഓരോരോ പടികളും അവർക്ക് മരണത്തിന്റെ കാൽസ്പർശനമായിരുന്നു. എന്നാൽ അവളെ കല്ലെറിയുവാൻ വേണ്ടി യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആ യേശു കർത്താവിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് ഒന്നാമത്തെ കാൽ പ്ലേസ്മെന്റും അത് ജീവനിലേക്കായിരുന്നു. മരണത്തിന്റെ വഴികൾ ജീവനിലേക്ക്. ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് പിന്തിരിയല്ല, ഒരു കാര്യം സന്ദേശം പറയുവാനാ ഞാൻ ഇതിലോട്ട് കടന്നു വന്നത്. എന്ത് സന്ദേശം എന്നറിയാമോ? ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, ന്യായവിധിയിൽ നിന്ന് നിനക്ക് തോന്നുന്നത് നിനക്ക് അനുകൂലമായിട്ട് ന്യായത്തിലേക്ക് തിരിയും. നീ ഒരിക്കലും പരാജയപ്പെട്ട് നിൽക്കരുത്. മോശ ചിന്തിച്ചു, ഇത് തീർന്നു, എന്താ കർത്താവേ ഇതിനാണോ ഇത്ര ദൂരം കൊണ്ടുവന്നത്? കാനാൻ നാട്ടിലേക്ക് ഒരു പ്രവേശനമില്ലേ എന്നൊക്കെ ചോദിച്ചു കാണും. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആഹ്വാനം ചെയ്ത് പറയട്ടെ, അത് ന്യായത്തിലേക്ക് തിരിയുവാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനൊരു മഹത്വം കൊടുത്തേ. നന്നായി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ശ്രദ്ധിക്കണമേ, അങ്ങനെ മോശം കൂട്ടരും ഇതാ മുൻപോട്ട് പോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കണമേ, ഇതാ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന്
പെട്ടെന്നൊരു ദൂതൻ, ഞാൻ ഇടയ്ക്ക് അധ്യായം ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. സൺഡേ ടീച്ചേഴ്സ്, നിങ്ങൾ ദയവായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ അത് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ പെട്ടെന്ന് ദൂതൻ ഒന്ന് ഫ്രണ്ടിൽ നിന്നും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൂതൻ, ഇവർ ഇതാ ഒരു സൈന്യമായി ഇതാ മുൻപോട്ട് പോകുന്നു. ഇതാ ഫ്രണ്ടിൽ നിന്നും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൂതൻ ഒന്ന് പൊങ്ങി, ഹെലികോപ്റ്റർ പൊങ്ങുന്നത് പൊങ്ങി ഈ കൂട്ടത്തിന്റെ ഏറ്റവും പുറകിലായി. ഇപ്പോൾ മുൻഭാഗത്ത് ആരാ നിൽക്കുന്നത്? ജനം മുൻഭാഗത്തും ദൂതൻ പുറകിലും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു ദൈവ സാന്നിധ്യം കർത്താവ് 2024 തരും. എന്തിനെന്നറിയാമോ? മനസ്സിലായോ? നയിച്ചവർക്കായി സ്തോത്രം. നാമേൻ പറഞ്ഞോ. ആ ദൂതൻ നയിച്ചുകൊണ്ടിരിക്കുന്നവർ മുൻഭാഗത്തു നിന്ന് പൊങ്ങി എഴുന്നേറ്റു പുറഭാഗത്തിലേക്ക് പോയി. ഇതെന്തിനെന്നറിയാമോ? കുടുംബത്തിൽ ചില തലമുറകളെ കൊണ്ട് നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് ഇടവരുത്തും. ചില ബാല്യക്കാരൻ പ്രവചിക്കാൻ തുടങ്ങും, ചില യൗവനക്കാർ ഈ 2020 പ്രവചിക്കാൻ തുടങ്ങും. എന്തെന്നറിയാമോ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല സിസ്റ്റർ. ഞാൻ ചിലപ്പോഴൊക്കെ ഇതിനകത്ത് നിൽക്കുമ്പോൾ എന്നുമില്ലാത്ത ചില സാന്നിധ്യം, ചിലപ്പോഴൊക്കെ ഈ മാസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമില്ലാത്ത ദൈവ സാന്നിധ്യം, ഒരു ദിവസം ആത്മപകർച്ച, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ ഞാൻ അനുഭവിക്കും. എന്തിനെന്നറിയാമോ? അത് സഭയ്ക്ക് കൈമാറുവാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ ജനം ഇസ്രയേൽ മരുഭൂമിയിൽ കൂടി നടന്നപ്പോൾ ശ്രദ്ധിക്കണമേ, മിസൂറി, അതായത് ചിക്കൻ ബോക്സ് വരയ്ക്കും അവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്തിനെന്നറിയാമോ? ഓരോ ദിവസം മന്ന കൊടുത്തു. ഓരോ ദിവസത്തെ മന്നയ്ക്കും ഓരോരോ സ്പെഷ്യാലിറ്റി. ഇന്നത്തെ മന്നയ്ക്ക് എന്താണ് സ്പെഷ്യാലിറ്റി എന്നറിയാമോ? അന്ന് നീ നടന്നു പോകുന്ന മരുഭൂമിയിൽ മിസൂറി ചിക്കൻ ബോക്സ് ഉണ്ട്. അതിന് ഗുണമാണ് നിന്റെ ജീവിതത്തിൽ അന്നത്തെ മന്ന. ഓരോ ദിവസം കേട്ടു വാങ്ങണം. മനസ്സിലാകുന്നവർ കരമുയർത്തിയും നാമേൻ പറഞ്ഞോ. അതുകൊണ്ടാണ് ദൈവ സാന്നിധ്യം ഓരോ ദിവസവും നീ കേട്ടു വാങ്ങണം. ചിലപ്പോൾ ഒരു വലിയൊരു ദൈവ സാന്നിധ്യം 2024 ആവശ്യപ്പെടും. എൻ്റെ പ്രിയ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, വാർദ്ധക്യം കൊണ്ട് എന്നേക്കാൾ പരിജ്ഞാനമുള്ള എല്ലാ ഒത്തിരി പേര് മാതാപിതാക്കന്മാർ ഇതിനകത്തോണ്ട് ഞാൻ അവിടെ അഭിസംബോധന പറയട്ടെ. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നറിയാത്തൊരു ദൈവ സാന്നിധ്യം 2024 വരും. അതെന്തെന്നറിയാമോ? 2024 നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി ഏരാളമാണ്. അതിനെ നീ വെല്ലുവിളിച്ച് നിൽക്കണമെങ്കിൽ സഭാ ഹാളിൽ നിന്ന് നീ എടുക്കുന്ന ആ കൃപയുടെ ജ്വലനം നിനക്ക് ഏറ്റവും അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അത് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് യഹോവയ്ക്ക് നന്ദി പറയുമോ? ഇതാ കർത്താവ് വീണ്ടും വരുന്നു. അങ്ങനെ അക്കരെ കയറി ഇനി പുതിയ ആരംഭമാണ്. ഇതാ വടിയെടുത്ത് ഇതാ സമുദ്രത്തിലേക്ക് നീട്ടുവാൻ പറഞ്ഞു. ഇതാ ഫറവോന്റെ സൈന്യം വരുമ്പോൾ വടിയെടുത്ത് സമുദ്രത്തിലേക്ക് നീട്ടുവാൻ പറഞ്ഞു. ഫറവോവും അവന്റെ സൈന്യം ഇതാ ക്ലോസ് ആയി. ചെങ്കടൽ ഇതാ മുൻകുറിയാണ്. ഇത് സ്നാനത്തെ കുറിയാതെ ഇനി പറയാൻ കഴിയത്തില്ല. തിരിച്ചു പിടിക്കുവാൻ പോയതിനെ തിരിച്ച് ഒരിക്കലും എടുക്കുവാൻ സാധ്യമല്ല. ചെങ്കടൽ സ്നാനത്തിന് മുൻകുറിയാണ്. ഇതാ വടിയെടുത്ത് ചെങ്കടലിലേക്ക് നീട്ടി ഫറവോവും അവന്റെ സൈന്യം ക്ലോസ് ആയി തീർന്നു. ഇത് വിട്ടതിനെ തിരിച്ചൊരിക്കലും എടുക്കരുത്. നായ്കളെ വെച്ചാണ് വേദപുസ്തകം സദൃശ്യമാക്കി പറയുന്നത്. നായ് ശ്രദ്ധിച്ചതിനെ ഒരിക്കലും തിരിച്ച് എടുക്കുന്നത് പോലെ മനുഷ്യൻ ഒരിക്കലും ചെയ്യരുത്. വിട്ടുകളഞ്ഞതും ഭാവഭൂയികമായ പാവശരീരത്തെ നീ കുഴിച്ചിട്ടതിന് ശേഷം, പാവസംബന്ധമായി നീ മരിച്ചതിന് ശേഷം വീണ്ടും പാവസംബന്ധമായി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? റോമർക്കെഴുതിയ ലേഖനം 6 ചോദിക്കുന്നത്. നീ മരിച്ചു കഴിഞ്ഞു, പാവസംബന്ധമായി നീ ജ്ഞാനസ്നാനം എടുത്തതിന് ശേഷം വീണ്ടും പാവത്തിൽ തുടരുന്നത് എങ്ങനെ? മോശേ, നീ വ്യക്തിപരമായിട്ട് മുൻപോട്ട് തന്നെ പോകുക. മോശയുടെ കർത്താവ് പറഞ്ഞു, ഒരു ഫ്രഷ് ബിഗിനിങ് ആണ് നിനക്ക് തരുന്നത്. ഇതാ മന്ന കൊടുത്തു, എല്ലാം കൊടുത്തു, ഒരു ഫ്രഷ് ബിഗിനിങ്. മുൻപോട്ട് പോകുമ്പോൾ ഇതാ ഒരു ഭയങ്കര ഒരു സന്തോഷം. അബ്രഹാമിനോട് കർത്താവ് ഒരു ഉടമ്പടി കൊടുക്കുക. ജോഷുവ, ശ്രദ്ധിക്കണമേ, അതിലൂടെ ഞാൻ കടന്നു വരാം. ഇതാ അന്നത്തെ ഉടമ്പടി, അബ്രഹാമിനോട് കൊടുത്ത ഉടമ്പടി ഇതാ മോശയുടെ കാലത്തെത്തി ജോഷുവയ്ക്ക് കൈമാറിയ ഉടനെ ആ തിരിഞ്ഞു. നിങ്ങൾ നോക്കണമേ, പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാൽ സ്പർശങ്ങൾ വെള്ളത്തിൽ പതിഞ്ഞപ്പോൾ ഇതാ ആ യോർദാൻ രണ്ടായി വിഭജിക്കുമെന്നുള്ള ആ അന്തസ്സേറിയ ആ ബഹുവചനമായ ആ ഒരു വലിയ പദവി ഇപ്പോൾ അരങ്ങേറുവാൻ തുടങ്ങി. എനിക്ക് അവിടെ തൊട്ടത് ഒരു കാര്യം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുന്നത്. മോശ കഴിഞ്ഞിട്ട് ജോഷുവയിലേക്ക് എത്തി. ജോഷുവ നോക്കട്ടെ, പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാൽ സ്പർശങ്ങൾ യോർദാനിൽ വച്ച് ഇന്ന് ഒഴുകി വരുന്ന യോർദാനിൽ ചിലർ കയറുവാൻ കഴിയാതെ നിൽക്കുന്നെങ്കിൽ നീ ശ്രദ്ധിക്കണമേ, നിന്റെ പെട്ടകം ദൈവ സാന്നിധ്യം ചുമന്ന ചിലതൊക്കെയും നീ കാൽ സ്പർശനങ്ങൾ കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ അടുപ്പെങ്കിൽ ഇതാ യോർദാൻ രണ്ടായി വിഭജിക്കുവാൻ പോകുന്നു. കരമുയർത്തിയോ നാമേൻ പറഞ്ഞു. ഇതാ അടുത്ത ആരംഭം കുറിക്കുന്നു. അക്കരെ നാട് കടക്കണമെങ്കിൽ കർത്താവ് പാളയം അടിച്ച് ഇത് അവർ പാർപ്പാൻ തുടങ്ങി. അക്കരെ നാട് കടക്കുന്നതിന് മുൻപ് എവിടെയെന്ന് എഴുതിയിട്ടില്ല, എന്നാൽ അവർ പാളയം അടിച്ച് പാർപ്പ്. അവർക്കാണെങ്കിൽ ഇതാ പരിച്ഛേദന ചെയ്യുവാൻ വേണ്ടി നിയോഗമുണ്ടായി. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത് അക്കരെ നാട് കടക്കുന്നതിന് മുൻപേ നീ പരിച്ഛേദന ചെയ്യുവാൻ വേണ്ടി ജനത്തെ നിർദ്ദേശിച്ചല്ലോ. നിർദ്ദേശിക്കുമ്പോൾ
അവർ കൂടാരമടിച്ച് ഇതാ പരിച്ഛേദന ചെയ്യുവാൻ വേണ്ടിയിട്ട് നീ അവരെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ എനിക്കൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുവാനുണ്ട്. കർത്താവേ, അവർ മന്ന തിന്നപ്പോൾ പരിച്ഛേദന കഴിച്ചില്ലല്ലോ, അവർ ചെങ്കടൽ വിവിച്ചപ്പോൾ പരിച്ഛേദന കഴിച്ചില്ലല്ലോ. ഇപ്പൊ കനാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ്, എത്തിച്ച വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നീ അവരെ പരിച്ഛേദന ചെയ്യുവാൻ പറയുന്നത് എന്തുകൊണ്ട്? എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇത് വ്യക്തമായി സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് കൊള്ളുക. അത് നിന്റെ ഉപജീവന മാർഗം, നിന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ ഇനി അതിന് പരിച്ഛേദന ആവശ്യമില്ലടാ. എന്നാൽ ഇനി നീ പോകുന്നത് വാഗ്ദത്ത നാട്ടിലേക്കാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ നിനക്ക് പരിച്ഛേദന ആവശ്യമുണ്ടാണ്. അങ്ങനെ പരിച്ഛേദന, എന്തിന് പരിച്ഛേദന ചോദിക്കുമ്പോൾ ഇത് മരുഭൂമി ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വാക്തർക്കം ചെയ്യുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ 2023 ഞാൻ പറയട്ടെ, ഒരു പുതിയ ദൗത്യം കർത്താവ് പഠിപ്പിക്കുവാൻ പോകുന്നു. ഇതാ യെരിഹോ കോട്ടയ്ക്കകത്ത് അടുത്തെത്തി നിൽക്കുമ്പോൾ ഒരു പുതിയ ദൗത്യം ഇതാ അവർക്ക് കൊടുത്തു കർത്താവ്. ആ യെരിഹോയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ ജോഷുവ ചോദിച്ചു, അങ്ങ് ആരാ? അങ്ങ് ആരുടെ പക്ഷക്കാരനാ? അങ്ങ് ആരുടെ പക്ഷക്കാരനെന്ന് ചോദിക്കുമ്പോൾ ഇത് ആരുടെ പക്ഷക്കാരനല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ പക്ഷക്കാരനാണ്. ആ ചരിത്രം എന്ന് തൊട്ട് മുൻപോട്ട് പോയ സമയമില്ല, ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം. ഇങ്ങനെ വന്ന ചരിത്രത്തിൽ വന്നതുകൊണ്ട് അങ്ങ് ആരാ എന്ന് ചോദിച്ച ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് വേണ്ടി 2024 ചില സൈന്യങ്ങളെ വിഭൂഖമായി തരുവാൻ പോകുന്നു. കരമുയർത്തി ഒന്ന് ആമേൻ പറഞ്ഞു. ചില സൈന്യങ്ങളെ നിനക്ക് വേണ്ടി തരുവാൻ പോകുന്നു. ചില സൈന്യങ്ങളെ നിനക്ക് വേണ്ടി തരുവാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു 2024 ഈ ആലയം ആത്മാക്കളെ കൊണ്ട് നിറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ എത്ര പേർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയും? നന്നായി കരമടിച്ച് പറ, യേശുവേ. ഇതാ ജോഷുവയും കാലേബും എല്ലാവരും ഇതാ വന്നപ്പോൾ, ഇതാ കൂട്ടരുമായ സൈന്യം വന്നപ്പോൾ വലിയ വെല്ലുവിളിയുടെ നിമിത്തത്തിലും അവർ സൈന്യം കടന്നു വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് സൈന്യത്തിന് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജയത്തിൽ വന്നതുപോലെ ഞങ്ങൾ സഭയായി ജയത്തിലേക്ക് പോകുവാൻ പോകുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്. ഓക്കെ, ഈ കടന്നു വന്ന മരുഭൂമിയിലെല്ലാം എല്ലാം കടന്നു വന്ന പാതകളിൽ കർത്താവ് സംരക്ഷിച്ച ആ വഴികളെ ഈ ജനം ഓർത്തോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്രകാരമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടത്. കുരയ്ക്കുന്ന നായ്കൾ തുടങ്ങി തകർക്കുന്ന മരണദൂതൻ വരെ ഇവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശ്രദ്ധിക്കണമേ, ഇവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കൃപയാൽ ഇവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ജനം നന്ദിയില്ലാത്തവരായി മാറ്റപ്പെട്ടു. എന്നാൽ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളെ കാണുകയില്ല എന്നുള്ള വാഗ്ദത്തം അന്ന് അബ്രഹാമിന്റെ സന്തതിയിൽ കർത്താവ് കൊടുത്തങ്ങ് വച്ചു. കാരണം അബ്രഹാമിന്റെ സന്തതിക്ക് പറഞ്ഞു, ഞാൻ നിന്റെ പിതാക്കൾക്ക് അധിപതിയായി മാറ്റും, നീ എന്റെ വിശ്വാസ വീരന്മാരെ പാട്ടി ഒന്നാമതാക്കി വയ്ക്കും, വിശ്വാസത്തിന്റെ അധിപതിയ അല്ലെങ്കിൽ സേനാധിപതിയായി നിന്നെ ആക്കി വയ്ക്കും, പിതാവായി നിന്നെ ആക്കി വയ്ക്കുമെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിന് കളങ്കം വരുത്താതിരിക്കേണ്ടതിന് കർത്താവ് ഒരു കാര്യപരിപാടി ചെയ്തു. ഇനി ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ കൊടുത്താൽ ഇവൻ നിന്നിൽ നിന്ന് മാറിപ്പോകും, ഇവൻ എന്നിൽ നിന്ന് വിട്ടുപോകും, ഇവൻ എൻ്റെ കൃപയിൽ നിന്ന് ചോർന്നു പോകുമെന്ന് കരുതിയിട്ട് പിന്നത്തേതിൽ കർത്താവ് ഒരു പണിഷ്മെന്റ് കൊടുത്തില്ല ജനത്തിൽ. നന്നായി ശ്രദ്ധിച്ചാൽ അറിയും. മനസ്സിലാക്കണമേ, ഒരു വലിയ ദൂത്, ഈ ദൂത് പറയാൻ ഞാൻ ഇതുവരെ സഞ്ചരിച്ചുവെന്ന് ശ്രദ്ധിക്കണമേ. ഇതുവരെ താങ്ങിയത് മതി സിസ്റ്റർ. 2023 കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഭാരം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കർത്താവ് ഇത് യെരിഹോ മതിലോട് കോട്ടയ്ക്കകത്ത് വെച്ച് തന്നെ വലിയൊരു പുതിയ ആരംഭം കർത്താവ് കൊടുത്തു ജനത്തിന്. ഇതിൻ്റെ അപ്പുറത്ത് ജോഷുവേ, ഇതിൻ്റെ അപ്പുറത്ത് മോശയുടെ കണ്ട് വന്നു, ജോഷുവേ നിന്റെ സന്തതി എത്തി, കനാനിലെത്തി. എന്നാൽ എനിക്കൊരു ഉറപ്പ് തരാം, ഇതിൻ്റെ അപ്പുറത്ത് നിനക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു കാര്യവും ഞാൻ തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ആശയം പങ്കുവയ്ക്കാൻ ഒന്നാമത്തെ ആശയം ഇപ്രകാരമാണ്: നിങ്ങൾ വേദനിച്ച് അനുഭവിച്ച കഷ്ടങ്ങൾക്കും അതീതമായിട്ടുള്ള സന്തോഷം 2024 അനുഭവിപ്പാൻ പോകുന്നു. കരമുയർത്തി തന്നെ ആമേൻ പറ. ഓ ചെങ്കടൽ നീ അനുഭവിച്ചത്, യോർദാൻ നീ അനുഭവിച്ചത്, മരുഭൂമിയിൽ നീ അനുഭവിച്ചതിൽ ഉപരിയായി ചില മാതാപിതാക്കളോട് ഞാൻ കൈമാറട്ടെ. 2024 ഓരോ ദിവസവും നീ പ്രാർത്ഥനയ്ക്കായി നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ പുതിയ വെളിപ്പാടുകൾ കർത്താവ് തുറക്കപ്പെടും, പുതിയ രൂപാന്തരങ്ങൾ കർത്താവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എഴുതിയിട്ട് കൊള്ളുക, 2024 നീ ഓരോ ദിവസം രാവിലെ സമയം മുഴങ്ങാൽ മടക്കാൻ നീ തയ്യാറായാൽ, പ്രിയ മാതാവേ പിതാവേ, ഞാൻ ഒരു കാര്യം അഭിസംബോധന ചെയ്യാം. തുറന്ന പുസ്തകവുമായി നിന്റെ അടച്ചിട്ട മുറിക്കകത്ത് തുറന്ന പുസ്തകമായി നീ നിൽക്കാൻ തയ്യാറായാൽ എന്റെ നാഥൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ഒരിക്കലും നിന്റെ മക്കളെ അനാഥരായി കൈവിടുന്ന ദൈവമല്ല, നിന്റെ കൊച്ചുമക്കളെ അവൻ അനാഥരായി കൈവിടുന്ന ദൈവമല്ല. കാരണം ഇപ്രകാരം പഠിച്ച് നിന്ന ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. കാരണം കർത്താവിന് ഒരു കാര്യം വ്യക്തമായി പുതിയ നിയമസഭയ്ക്ക് പഠിപ്പിക്കാനുണ്ട്. കർത്താവേ, നീ ഇതുവരെ നടത്തിയവർ വിശ്വസ്തനാണെങ്കിൽ അബ്രഹാമിനോട് താൻ ഉടമ്പടി ചെയ്തത്, അവൻ ഈസഹാക്കിനോട് ഉടമ്പടി ചെയ്തത്, അവൻ യാക്കോബിനോട് ഉടമ്പടി ചെയ്തത്, അവൻ മോശയോട് ഉടമ്പടി ചെയ്തത്, അവൻ ജോഷുവയോട് ഉടമ്പടി ചെയ്തത്, പരമ്പര സന്തതിയായി അവർ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു.
ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ആ കാര്യം ഇപ്രകാരമാണ്: കർത്താവ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ണ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ദിവസം ചെയ്തിരിക്കും. എന്നാൽ വെമ്പലോടെ ആ വാഗ്ദത്തത്തിന്റെ നിറവേറലിന് കർത്താവ് എന്നെ ധൃതി പിടിപ്പിക്കുകയാണ്. അത് 2024 നടന്നിരിക്കും. അതുകൊണ്ട് ഏത് വർഷത്തെക്കാളും സഭയ്ക്ക് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് വർഷത്തെക്കാളും അനുഗ്രഹം പ്രാപിക്കുന്ന വർഷമായി തീരുകയാണ് 2020 നമ്മുടെ സഭ. ഒരു കാര്യം, 1-2 കാര്യം വേഗത്തിൽ എനിക്ക് പറയുവാനുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ പ്രതീക്ഷകൾ കൈവിടരുത്. ഇന്നു മുതൽ ഒരിക്കൽ പോലും പ്രതീക്ഷയ്ക്ക് വാക്കിന് ഭംഗം വരുത്തരുത്. നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും പ്രത്യാശ വാക്കുകൾ മാത്രം പറയണം. രോഗിയെ കാണാൻ പോകുമ്പോൾ ആദ്യമായി പറയുന്നത് കർത്താവ് വിടുവിക്കും. സഹോദരി, ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ എത്ര നിസ്സഹ അവസ്ഥയിലായിരുന്നാലും പറയേണ്ട ഒറ്റ കാര്യം, കർത്താവ് വിടുവിക്കും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഇനിയുള്ള 5 മിനിറ്റ് നിങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ ടോപ്പിക് ഇതാണ്: വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ ഒരിക്കലും വാക്ക് മാറുന്നതല്ല. അസ്തമിച്ചു പോയ പ്രതീക്ഷകൾക്ക് പുത്തൻ ജീവൻ പുളപ്പിക്കുന്ന പുതുവർഷം, അതാണ് എൻ്റെ ടോപ്പിക്ക്. അങ്ങനെ വരുമ്പോൾ ഇത് ഉരുട്ടിക്കളഞ്ഞു എന്ന് വരുമ്പോൾ കർത്താവ് എങ്ങനെ ഉരുട്ടി? നിങ്ങളുടെ ജീവിതത്തിൽ പറയണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളാകാം, ഭാരങ്ങളാകാം, പ്രയാസങ്ങളാകാം. സാത്താന മണ്ഡലത്തിലെ പൊളിക്കണം. എങ്ങനെയെന്നറിയാമോ? ഒരു ദൈവദാസൻ ഈ ഇടയ്ക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഈ ദൈവദാസൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടി. ദൈവദാസൻ്റെ ഫാമിലി ആ സഭയിൽ ഒരു അംഗത്തിന് സുഖമില്ലാതെ നിസ്സഹര ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ പാസ്റ്റർ ആൻറ്റി പാസ്റ്ററോട് പറഞ്ഞു, ഈ കുടുംബത്തിലെ വ്യക്തി സുഖമില്ലാതെ കിടക്കുകയാണ്, നമ്മൾ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി യാത്രയായപ്പോൾ കുടുംബത്തിൻ്റെ അകത്താണ് അവർ ആദ്യമായി പോകുന്നത്. കുടുംബത്തിൻ്റെ ആ വ്യക്തിയുടെ വീട്ടിലാണ് പോകുന്നത്. വീട്ടിൽ പോകുമ്പോൾ ആ കുടുംബത്തിലുള്ള കുടുംബനാഥൻ കിടരോഗിയായി കിടക്കുകയാണ്. അനേക നാളുകളായി കിടരോഗിയായി കിടക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഇത് നടന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കിടരോഗിയായി കിടക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ സാക്ഷാൽ വന്ന ഇടം തെറ്റിപ്പോയി. നിങ്ങൾ എനിക്കല്ല പ്രാർത്ഥിക്കേണ്ടത്. എത്രയോ ദിവസങ്ങളായി എൻ്റെ മകൾ IC യൂണിറ്റിൽ 3 മണിക്കൂറിന് മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് തള്ളിയ ഒരു കേസ്. എൻ്റെ സ്വന്തം മകൾ, എനിക്ക് 75 വയസ്സായി, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താണ്? എനിക്ക് നിത്യതയിൽ പോയാൽ മതി. എൻ്റെ ഒരു മകൾ 35 വയസ്സുകാരി ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുക എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് തന്നെ ഈ പാസ്റ്റർ ഫാമിലി ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങേക്ക് നിയോഗമാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കേറിയപ്പോൾ ഇപ്രകാരമാണ് കണ്ട കാഴ്ച. 15 ദിവസമായി കോമയിലിരിക്കുന്ന ഡോളി എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണുവാനിടയായി. ആ പാസ്റ്റർ ഇപ്രകാരമാണ് സാക്ഷി പറഞ്ഞത്: ആ സഹോദരി 15 ദിവസമായി കോമയാണ്. ആ സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് ഒരു ദൈവ മനുഷ്യനെയാണ്, ഒരു പാസ്റ്ററിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള രോഗനിരാശകളാണ് കുടുംബത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ പോയി ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് അടുത്തു നിന്നവർ പറഞ്ഞ സഹോദരൻ പറഞ്ഞ ആങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്: പിന്നെ പപ്പയ്ക്ക് ഇതേ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ എൻ്റെ അനുജത്തിക്കും ഇതേ അസുഖം വന്നു എന്ന് പറയുവാനും ഈ പാസ്റ്റർ അറിയാതെ ഇപ്രകാരം പറഞ്ഞു: ഇതാ ആ പാരമ്പര്യ ശാപമായിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, കാര്യങ്ങളെ പോക്ക് ശ്രദ്ധിക്കണമേ. പാരമ്പര്യ ശാപമായിരിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കണ്ണുകളടയ്ക്കാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭൂരിപക്ഷം 15 പേരും ഹോസ്പിറ്റലിൽ നിന്ന് പിന്മാറിപ്പോയി, പ്രാർത്ഥനയ്ക്ക് നിന്നില്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസി പാസ്റ്റർ ആൻഡ് ഇപ്രകാരം പറഞ്ഞു: അവിശ്വാസികൾ പോയി അഭിഷക്തനെ ഇനി പ്രാർത്ഥിച്ചോ, കർത്താവ് സൗഖ്യമാക്കും. അവിശ്വാസികൾ പോയി നിന്നത് ആരാണ്? നിന്നെല്ലാം പാസ്റ്റേഴ്സും അവരുടെ ഫാമിലീസും അകത്ത് നിൽക്കുന്നത്. അന്ത്യ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. മരണത്തിനോട് മല്ലടിച്ച് കിടക്കുക, ഒന്നും ജീവൻ ഉണ്ടെന്ന് പോലും അറിയില്ല. ഈ പാസ്റ്റർ അഭിഷക്തനെ ഇനി പ്രാർത്ഥിച്ചോ, അവിശ്വാസികൾ പോയി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഈ നാളുകൾ തുണ നിൽക്കുന്നവർ കൊടുക്കുന്ന ഒരു പവർ നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുക്കുന്ന തുണ ഭയങ്കര ഗംഭീരമാണ്. ശ്രദ്ധിച്ചോ, പ്രത്യാശയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ദൂത്. പ്രത്യാശ ഒരിക്കലും സഹോദരിമാർ കൈവിടരുത്. കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങൾ പോയാൽ പോയി. കാരണം എന്താണെന്നറിയാമോ? അതാണ് ഞാൻ പറഞ്ഞത്. മുൻപിൽ നിൽക്കുന്ന അല്പസമയം മുൻപിൽ നിൽക്കുന്നവർ ദൂതൻ പൊങ്ങി പുറകോട്ട് പോയി. നയിക്കുന്നത് ആരാണ്? നയിക്കുന്നത് ജനമാണ് നയിക്കുന്നത്. ജബൻ, നമ്മൾ ലിയോ, അശ്വിൻ, അശ്ലിൻ, നമ്മൾ തളർന്നാൽ പോയി. മനസ്സിലായില്ലേ?
മുൻപിൽ നിൽക്കുന്നവർ തളർന്നാൽ പോയി. സൺഡേ ടീച്ചേഴ്സ്, നിങ്ങൾ തളർന്നാൽ നിങ്ങൾ സ്റ്റുഡൻസ് പോയി. മുൻപിൽ നിൽക്കുന്നവർ തളർന്നാൽ പോയി. അപ്പോൾ മുൻപിൽ നിൽക്കേണ്ടത് ആരാണ്? നമ്മൾ ആര് മുൻപിൽ നിൽക്കുന്നു, ഏത് ശുശ്രൂഷയ്ക്ക് നിങ്ങൾ മുൻപിൽ നിൽക്കുന്നു, നിങ്ങൾ തളർന്നാൽ പോയി. എൻ്റെ വാക്യത്തിലേക്ക് വരാം, ആ സംഭവത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ആ സഹോദരി ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഈ അഭിഷേകത്തിന് തിരിയാൻ വേണ്ടി പോയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അവിശ്വാസികൾ പോലെ അഭിഷേകത്തിനെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ ഒന്ന് തൊട്ട്, ശ്രദ്ധിക്കണമേ, ആ സഹോദരിയെ ഒന്ന് തൊട്ടിട്ട് പേരെന്താണെന്ന് ചോദിച്ചു. അവർ ഡീപ്പ് കോമോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ശ്രദ്ധിക്കണമേ, ആ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയോളേ ഡോളി കരയുവാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്റർ ഒരു കാര്യം മനസ്സിലായി, സൈഡിൽ നിന്ന് കണ്ണുനീര് വരുവാൻ തുടങ്ങി. അപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി, ഗ്രഹിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ശബ്ദിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ചലനമില്ലെന്ന് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കാൻ ഇത്തിരി ബോധമുണ്ടെന്ന് പ്രാർത്ഥന മനസ്സിലായി. കർത്താവിൻ്റെ ദാസൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റ് പ്രാർത്ഥന അങ്ങോട്ട് നീണ്ടു. പ്രാർത്ഥന അങ്ങോട്ട് നീണ്ടിട്ട് ശ്രദ്ധിക്കണമേ, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൈക്ക് പിടിച്ച് സ്തോത്രം പറഞ്ഞ് തിരിയും. കൈക്ക് കയറി ബലമായി സ്പർശിച്ചു ആ സഹോദരി. പാസ്റ്ററിൻ്റെ കൈ കയറി ബലമായി സ്പർശിച്ചു. മനസ്സിലാകുന്നില്ല, അണയാൻ പോകുന്ന തീ കത്തുന്നതാണെന്നോ. ഒരു അവിശ്വാസ ഹൃദയം കൊണ്ട് പാസ്റ്റർ ചിന്തിച്ചു അണയാൻ പോകുന്നത്. കാരണം ചലനമില്ലാതെ 6 മാസം കിടക്കുന്ന വ്യക്തി, ചലനം പോലുമില്ല കിടക്കുന്ന വ്യക്തി. ഓക്കെ, ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആംഗ്യം കാണിക്കുന്നു, എന്നൊന്ന് എഴുന്നേൽപ്പിക്കണം പുരോഹിത, എന്നൊന്ന് എഴുന്നേൽപ്പിക്കണം. കർത്താവിൻ്റെ ദാസൻ പേടിച്ചു. പുറഭാഗത്ത് 15 പേര് നിൽപ്പുണ്ട്. ഇതാ കൊന്നുകളയും. അവസാനം ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാകുന്നുണ്ട് കാര്യത്തിൻ്റെ പോക്ക് ഇപ്രകാരമാണ്. നീ എഴുന്നേൽക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് നീ മരിക്കുകയും യുവമാരെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടത്തിയിട്ട് കർത്താവിൻ്റെ ദാസൻ എഴുന്നേൽപ്പിക്കാൻ ആംഗ്യം കാണിച്ചിട്ടും ആ സഹോദരിയെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ മനസ്താപമില്ലാതെ ആ പുരോഹിതനും അവിടെ തന്നെ ഇട്ടിട്ട് തിരിഞ്ഞപ്പോൾ അയ്യോ എന്ന് നിലവിളി കേട്ട് ശബ്ദമുയർത്തി ICU യൂണിറ്റ് കിടുങ്ങത്തക്കവണ ഈ ജനം മുഴുവനുമായി ഡോടി എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് കണ്ടത്. കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. ഇതാണ് കർത്താവിൻ്റെ അത്ഭുതം. വിളിച്ചത് ബന്ധങ്ങൾ, സ്വന്തം ബന്ധങ്ങൾ, എല്ലാവരും ചെയ്യാൻ കൂടെയുള്ള ചിറ്റപ്പൻ പെരിയ മക്കളെ വിളിച്ചത് സന്തോഷത്തിലുള്ള വിളിയായിരുന്നു. അഭിഷേക്തൻ അങ്ങോട്ട് പോയി തീർന്നു എൻ്റെ കാര്യമെന്ന് അവിശ്വാസ ഹൃദയം കൊണ്ട് തിരിഞ്ഞു നോക്കി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കയറിയപ്പോൾ എടിച്ച് നിൽക്കുന്ന ഡോളിയാണ് കണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ കാണുന്നത് കഥയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് 100 കണക്ക് അത്ഭുതങ്ങൾ ക്രിസ്തീയ കുളത്തിൽ പെന്തക്കോസ്ത് അനുഭവങ്ങൾ നടക്കുന്നതാണ്. കാര്യം ഒന്നും മരിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്താതിരുന്നാൽ മതി, വിശ്വാസത്തിന് ചോർച്ച സംഭവിക്കാതിരുന്നാൽ മതി. അപ്പോൾ എൻഡിങ്ങിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഏതിനു വേണ്ടി നമ്മൾ ഈ സഭയായി നാം പ്രാർത്ഥിച്ചാൽ ശരി, അതിൽ വിശ്വാസത്തിന് ഒരു ഊടുറപ്പിക്കുന്ന ഒരാൾ അതിൻ്റെ അകത്ത് വേണം. ഒരാൾ മതി. മനസ്സിലാകുന്നുണ്ടോ? ഏതർ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിൻ്റെ അകത്ത്, ഞങ്ങൾ തന്നെ ഒരു കുടുംബത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങളൊരാൾ മതിയെന്നേ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാൾ വിശ്വാസത്തിന് ഊട്ടി ഉറപ്പിക്കുന്ന ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അതിൽ നിന്നുകൊണ്ട്, ആ വിശ്വാസത്തിൽ ഹൈ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് കർത്താവ് ഇത് നടത്തി തരുമെന്നുള്ള ഒരാൾ മതി. ആ ഒരാളെ വെച്ച് കർത്താവ് വൻ കാര്യങ്ങളെ 2024 നമ്മൾ സമയമതിയിൽ ചെയ്യും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നാൽ നാം അടുത്ത ചിന്തയിലേക്ക് അടുത്ത ആഴ്ച പോകും. എന്നാൽ ഇന്ന് രാത്രികാലം ഒറ്റ ചിന്തയാണ് പഠിച്ചത്. എന്താണ്? നിന്ന ഉരുട്ടിക്കളയുന്ന ഒരു വഴിയും. നമ്മൾ ആബ്രഹാം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നാം ഒന്നിനും എന്ത് ചെയ്യരുത്, നമ്മുടെ മരിച്ചുപോയ ഒരവസ്ഥയിൽ നാം ഇന്നും ജീവൻ പ്രാപിക്കാതെ നാം ആ വാഗ്ദത്തങ്ങളെ എല്ലാം ഒരിക്കലും എണ്ണാതെ പോകരുത്. അതൊരിക്കലും കൂടെ ജീവൻ പ്രാപിക്കാൻ പോകുന്നു. എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് നിലവിളിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. യേശുവിന്റെ നാമത്തിൽ പറ. യേശുവേ, 2023 എൻ്റെ ജീവിതത്തിൽ മരിച്ചുപോയ ചില വാഗ്ദത്തങ്ങൾ ജീവൻ പ്രാപിക്കുന്ന ദിവസമായി തീരട്ടെ. എത്ര പേർ പറയും മരിച്ചുപോയ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ 2024 ജീവൻ പ്രാപിക്കാൻ പോകുന്നു? പറ, യേശുവിനോട് പറ. മരിച്ച ചില വാഗ്ദത്തങ്ങൾക്ക് പുത്തൻ ചിറക് മുളിപ്പിക്കുന്ന 2024. അതങ്ങനെ തന്നെ സംഭവിക്കും. കടഭാരമുള്ളവർ പ്രാർത്ഥിച്ചോ. ചില ചിറകുകൾ മുളപ്പിക്കാൻ പോകുന്നു കർത്താവ്. ഞാൻ പ്രാർത്ഥിച്ചോ. എസ്തേറിന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത, അമ്മയില്ലാത്ത, അപ്പനില്ലാത്ത, ആരും അറിയാത്ത ഒരുത്തിയെ കർത്താവ് ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയർത്തി. അവൾ പറഞ്ഞിട്ടല്ല. കാരണം എന്തെന്നറിയാമോ? ഹി നോസ് ഹർ വെരി വെൽ ജീസസ്. അവൾ യേശുവിനെ കുറിച്ച് പൂർണ്ണ ബോധമുള്ളവരായിരുന്നു എസ്തർ. അവർ വിളിച്ച വിളിയുടെ ആശ ഇന്നതെന്ന് നന്നായി തിരിച്ചറിഞ്ഞവളായിരുന്നു. എന്നാൽ സഹോദര, നീ
നീ ഇന്ന് രാത്രി കാലം ഇതിനകത്ത് പകൽക്കാലം ഇതിനകത്തായിരിക്കുമ്പോൾ ഒരു മിനിറ്റ് പറ, ഞാൻ വിളിച്ചു വേർതിരിച്ച ദൈവം ഒരിക്കലും എന്നെ കൈവിടത്തില്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ചോ. അതൊരിക്കലും കടഭാരം നിങ്ങൾക്കൊരു പ്രശ്നമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിനൊരു പ്രശ്നമല്ല, നിന്റെ ബലഹീനത അതിനൊരു വിഷയമല്ല. കാരണം കർത്താവ് എത്ര വർഷമായാലും നിന്റെ മക്കളെ കാലത്തെങ്കിലും ആ വാഗ്ദത്തങ്ങൾക്ക് അത് ഒരിക്കലും ഭേദം സംഭവിക്കാതെ അത് വാഗ്ദത്തം നിവർത്തീകരണത്തിലേക്ക് വരും. വാഗ്ദത്തം നിവർത്തീകരണത്തിലേക്ക് വരും. ചില നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന വർഷം 2024. ചില നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന വർഷം 2024. ചില നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന വർഷം 2024. എത്ര പേർ കരമടിച്ച് ആരാധിപ്പാൻ കഴിയും? യേശുവേ, എൻ്റെ ജീവിതത്തിൽ ചില നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന വർഷം 2024 മാറട്ടെ. അപ്പം മരിച്ചുപോയ നിസ്സഹായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ജീവൻ പിടിപ്പിക്കുന്ന പുത്തൻ ചിറകുകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിന്റെ മക്കളെ വിദ്യാഭ്യാസ പഠനം, നിന്റെ മക്കളെ തലമുറകളെ ഭാവി എല്ലാം കർത്താവിന്റെ ഡയറിയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് നടമുറയ്ക്ക് വരുവാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ ആവേശത്തോടെ കരങ്ങളടിച്ച് സന്തോഷിച്ചോ? സഭയെ സന്തോഷിച്ചോ? ഇന്ന് പകൽക്കാലം പറ, ഞാനൊന്നും വിട്ടുകൊടുക്കത്തില്ല. എനിക്കുള്ളതിനെ, എനിക്ക് കർത്താവ് തരുന്നവനെ പിശാചേ ഞാൻ വിട്ടു തരത്തില്ലെന്ന് പറയുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? ഞാൻ വിട്ടു തരത്തില്ല, ഞാൻ പിടിക്കും, ഞാൻ മുറുകെ പിടിക്കും യേശുവിന് അധികാരമുള്ള നാമത്തിൽ.